ഹായ് ബ്യൂട്ടിഫുൾ ഹാർട്ട്സ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നമ്മളെല്ലാവരും ബാങ്കിൽ ലോണൊക്കെ എടുക്കാറുണ്ടല്ലേ. അപ്പം ഈ ലോൺ എടുക്കണമെങ്കിൽ സിബിൽ സ്കോർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ആ സിബിൽ സ്കോർ നോക്കിയിട്ടാണ് ബാങ്ക് നിങ്ങൾക്ക് ലോൺ തരണോ വേണ്ടയോ എന്നുള്ള തീരുമാനിക്കുന്നത്. അപ്പം നിങ്ങളുടെ സിബിൽ സ്കോർ ഹൈ ആണെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും, ലോ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ബാങ്ക് നിങ്ങളുടെ ലോൺ റിജക്റ്റ് ചെയ്യും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പം ഈ സിബിൽ സ്കോർ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ട് നമ്മൾ ഒരു ലോൺ എടുക്കുമ്പോൾ. അപ്പം നമ്മുടെ റിപ്പേയിങ് കപ്പാസിറ്റി എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഈ സിബിൽ സ്കോർ എന്ന് പറയുന്നൊരു സംഭവമുള്ളത്. അപ്പം നിങ്ങളിലെല്ലാവരും കൂടുതലുള്ള ആൾക്കാരേലും പിന്നെ ലോണിന് വേണ്ടി ബാങ്കിൽ സമീപിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സിവിൽ സ്കോർ കുറവാന്ന് പറഞ്ഞിട്ട് അവർ ലോൺ റിജക്റ്റും ചെയ്തിട്ടുണ്ടാവും. എസ്പെഷ്യലി ഇത് സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമാകാം എല്ലാവരുടെയും ജീവിതത്തിൽ. അപ്പം ഇതിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ ബാങ്ക്സ്. ഇപ്പോൾ പുറത്തെ ബാങ്കിൽ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ ബാങ്ക്സിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു ലോണിന് പോകുന്നു. നോർമലി പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ സ്കോർ നോക്കിയിട്ടാണ് പെട്ടെന്ന് ആ ബാങ്ക് ഒരു ഡിസിഷൻ എടുക്കുന്നത്. സ്വാഭാവികമായിട്ട് ഈ ഇന്ത്യൻ ബാങ്ക്സ് ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ സ്വാഭാവികമായിട്ട് ലോണിൽ പോകും. ആദ്യം ചെന്നിട്ട് മാനേജറെ കാണും, സാർ എനിക്കിങ്ങനെ ഒരു ഹോം ലോൺ വേണം, അല്ലെങ്കിൽ ഒരു കാർ ലോൺ വേണം, അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ വേണം, എന്ത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പോന്നു. അപ്പോൾ ബാങ്ക് മാനേജർ പറയുന്നു നമ്മുടെ ആധാർ കാർഡും മറ്റ് പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആവശ്യപ്പെട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് പ്രൈമറി ആയിട്ട് ആവശ്യപ്പെടുന്നു. അത് നമ്മൾ കൊടുക്കുന്നു. അങ്ങനെയാണിത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആപ്ലിക്കേഷനിലേക്കൊക്കെ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നൊരു പരിപാടി, ഇവിടുത്തെ മാനേജർമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ ഇട്ട് കുറേ ഇവരങ്ങ് നടത്തും. സിമ്പിളായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നേരെ ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ ഒന്ന് അപ്പം തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ലോൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഈ നടത്തം അങ്ങ് ഒഴിവാക്കിപ്പിക്കാം അവർക്ക്. നേരെ കുറച്ച് ഈ ബാങ്ക് മാനേജേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ നമ്മളെ ഇട്ട് കുറേ നടത്തും. ഇവരാദ്യം ഈ സിവിൽ സ്കോർ ഇട്ട് നോക്കില്ല. ഇവരെ കുറേ നമ്മളെ ഇട്ട് കുറേ ഇവരങ്ങ് നടത്തും. പിന്നെ ഇവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് പകരം ഇവരുടെ ഷെഡ്യൂളിൽ ബിസി ആയിരിക്കും. ഇവർ ചെക്ക് ചെയ്യില്ല. എന്നിട്ട് നമ്മൾ 4-5 മണിക്കൂർ ബാങ്കിൻ്റെ പുറത്ത് ഇവരെ കാത്ത് ഇവരുടെ ഷെഡ്യൂള് അല്ലെങ്കിൽ ഒരാൾ ക്യാബിലുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറേ നടത്തും. നമ്മൾ 2-3 ആഴ്ച അല്ല 1 മാസം 2 മാസം ഇങ്ങനെ നടത്തി കഴിയുമ്പോൾ പറയും, പിന്നെ ഇവർ നമ്മുടെ ഇതിൽ റിപ്പോർട്ടിലേക്കും സിവിലിലേക്കും നമ്മുടെ പാൻ കാർഡിൻ്റെ ഇൻഫോർമേഷനിലേക്കും വരും. അവരടിച്ച് നോക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കോർ കുറവാണെങ്കിൽ നമ്മുടെ ലോൺ അവിടെ റിജക്റ്റ് ചെയ്യും. ഇങ്ങനെയാണോ ശരിക്കും ചെയ്യേണ്ടത്? ഇവർക്ക് ആദ്യമേ ഇതങ്ങ് റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവൻ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകൂലേ. നോർമലി ഇവർ ഇത് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ പുറത്തൊരു ബാങ്കാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയും, ഞാൻ യൂറോപ്പിനെ വെച്ച് കമ്പയർ ചെയ്യില്ല. യൂറോപ്പിൽ നമ്മളൊരു ലോണോ എന്തോ ആയിക്കോട്ടെ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ആ ബാങ്കിൽ പോകുന്നത്. എക്സാമ്പിൾ പറയാം, ഇപ്പം സ്വിറ്റ്സർലാൻഡിലെ ഒരു ബാങ്കാണ് UBS എന്ന് പറയും. UBSൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് പുതിയൊരു ലോണോ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യണമെങ്കിലോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അവിടുന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുക്കുന്നു. നമ്മൾ കൃത്യസമയത്ത് വന്നിട്ട് അവരെ മീറ്റ് ചെയ്യുന്നു. പിന്നെ ആ അപ്പോയിൻമെൻറ്റിന് ആ സമയത്ത് നമ്മൾ കറക്റ്റ് ചെല്ലുന്നു. അവർ നമ്മളെ ഒരു ക്യാബിലേക്ക് ഇതാക്കിയിട്ട് അവിടുത്തെ റിലേഷൻഷിപ്പ് മാനേജർ ആരാന്ന് വെച്ചാൽ അവരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. അങ്ങനെയാണ് ഒരു തീരുമാനം അവരെടുക്കുന്നത്. കാരണം ടൈമിന് അത്ര ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് നമ്മുടെ സമയത്തിനൊരു വിലയില്ല, അവരുടെ സമയത്തിന് ഭയങ്കര വിലയാണ് കേട്ടോ. കാരണം നമ്മൾ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അവർക്ക് പ്രശ്നമല്ല, അവരുടെ സമയത്തിനേ വിലയുള്ളൂ. കാരണം നമ്മളൊക്കെ വെറുതെ ഇരിക്കുന്നവരാണല്ലോ. അപ്പോൾ ആവശ്യം നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ പോവുകയും ചെയ്യും. അതെന്തും ആയിക്കോട്ടെ, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സിവിൽ സ്കോറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ
ഒരു 750 to 900 വരെ ഉണ്ടെങ്കിൽ നിങ്ങളെ ബാങ്ക് ഈസി ആയിട്ട് ട്രസ്റ്റ് ചെയ്യും, നിങ്ങൾക്ക് ലോൺ കിട്ടും. ഇനി ഒരു 600 to 750 റേഞ്ചാണ് നിങ്ങളുടെ സ്കോറെങ്കിൽ നിങ്ങൾക്ക് ലോൺ കിട്ടും അവിടെ, പക്ഷേ നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഹൈ ആയിരിക്കും. ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ അപ്പം ഏറ്റവും ഒരു 300 ഒക്കെ സ്കോറാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ലോൺ കിട്ടാനും പോകുന്നില്ല. പിന്നെ അതേപോലെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവർ നന്നായിട്ട് നോക്കും. നിങ്ങൾ വല്ല സെറ്റിൽമെൻറ്റോ നടത്തിയിട്ടുണ്ട്. സെറ്റിൽമെൻറ്റ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതായത് കംപ്ലീറ്റ് ലോൺ റീപേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സെറ്റിൽമെൻറ്റ് നടത്തി അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ആ ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ സിവിലിൽ കിടക്കും. അത് ലാസ്റ്റ് നിങ്ങൾക്കൊരു ഏത് ബാങ്കിൽ ചെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് ലോൺ കിട്ടാത്ത പോലെ ഒരു രീതിയിലേക്ക് അതാവും. പിന്നെ അവർ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ കറക്റ്റ് ഒരു EMI എടുത്തിട്ടുണ്ട്, ഇപ്പം കറക്റ്റായിട്ട് പേ ചെയ്യുന്നുണ്ടോ, വൈകിയാണോ പേ ചെയ്യുന്നത്, അതൊക്കെ ഇതിനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതുകൂടാതെ ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ഒരു കാറ് വാങ്ങാനോ ബൈക്ക് വാങ്ങാനോ എന്തിനോ ഒരു ഗ്യാരണ്ടറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അത്രമാത്രം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്ക് പോലും നിങ്ങൾ ഗ്യാരണ്ടർ നിൽക്കണ്ടെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് 100% വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാട്ടോ, അത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ എന്നോട് ചോദിച്ചാൽ പറയും നിൽക്കരുതെന്നേ ഞാൻ പറയുള്ളൂ ചില സിറ്റുവേഷൻ. കാരണം അത്രമാത്രം ബോധ്യമുള്ളവരുടെ കേസിൽ മാത്രമേ നിങ്ങൾ നിൽക്കാവുള്ളൂ. അല്ലെങ്കിൽ അതും നിങ്ങളുടെ സിവിൽ സ്കോറിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ലോൺ കിട്ടത്തില്ല. ചിലപ്പം അവൻ കുടുങ്ങിയിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാകുന്നുള്ളത്. പക്ഷേ സ്റ്റിൽ നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ നിന്ന് പോകും. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി ഗ്യാരണ്ടി നിന്ന് പോകും. കാരണം ദേ ആർ അവർ പീപ്പിൾ, റൈറ്റ്? അപ്പം നമ്മളെന്തായാലും അതിന് നമ്മൾ നിന്ന് പോകും. അത് അവർ നന്നായിട്ട് അടച്ചാൽ കുഴപ്പമില്ല, അടച്ചില്ലെങ്കിൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ഇമ്പാക്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചാൻസ് ഒരു സ്ഥലത്ത് ചെന്നാലും നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. പക്ഷെ നിങ്ങളുടെ കാരണങ്ങൾ കൊണ്ടല്ലേ പോലും നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. അപ്പോൾ ഈ കാര്യം നന്നായിട്ട് സിവിൽ സ്കോറിൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിലൊരു ലോൺ കിട്ടുകയുള്ളൂ. അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ സിവിൽ സ്കോർ തന്നെ ഒരു തരത്തിലൊരു ഉടായ്പാണ്. അപ്പോൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പിന്നെ അതായത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ കുറവുള്ള ആൾക്കാണെങ്കിൽ ട്രാൻസാക്ഷൻ കൂട്ടി കാണിക്കാം. അങ്ങനെ അതിൻ്റെ ചെറിയ രീതിയിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ലോൺ വാങ്ങുന്നവരുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ ഈ സിവിൽ സ്കോർ നല്ല ഉള്ള ഒരു ലോൺ റീപേ ചെയ്യുന്ന എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? ഒരിക്കലുമില്ല. കാരണം അവരുടെ പാസ്റ്റ് വെച്ചിട്ടാണ് അവരുടെ സിവിൽ സ്കോർ ഷേപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പം ഫ്യൂച്ചറിൽ അവർക്കൊരു ടൈറ്റോ ഇതോ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ലോൺ അവർ വൈകിയായിരിക്കും അടയ്ക്കുന്നത്. അങ്ങനെ പ്രശ്നം ഉണ്ടാകാം. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ബാങ്ക് കൺസിഡർ ചെയ്യുന്ന സിവിൽ സ്കോർ എന്തോ മാങ്ങയാണെന്നുള്ള ചക്കയോ മാങ്ങയാണെന്നുള്ള രീതിയിലാണ്. എന്തുമായിക്കോട്ടെ, കാരണം എല്ലാത്തിലും പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ആ ഗൈഡ് ലൈനിൽ കൂടി അല്ലേ കാര്യങ്ങൾ പോവുള്ളൂ. പക്ഷേ ഈ ഗൈഡ് ലൈനിൽ കൂടി അല്ലാതെയും കാര്യങ്ങൾ പോകുമ്പോഴാണ് പ്രശ്നം. അപ്പം ഇതൊക്കെ ഓരോ ബാങ്കിൻ്റെ അല്ലെ മാനേജർമാരുടെ സോഫ്റ്റ് കോർണേഴ്സും ഇതും വെച്ചൊക്കെയാണ് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പം അവർ തന്നെ വിചാരിച്ചാൽ ലോൺ കിട്ടുകയും ചെയ്യും, അവർ തന്നെ വിചാരിച്ചത് റിജക്റ്റ് ചെയ്യാനും ഉള്ള ഇതുണ്ട്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പറ്റുമെങ്കിൽ മാക്സിമം നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് ലോണോ ഇതോ കാര്യങ്ങളോ എടുക്കുക. പ്രൈവറ്റിലേക്ക് പോകാതിരിക്കുക. ഈ ന്യൂജെറ്റ് ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ ബാങ്കുകളുണ്ട്. അതിൽ നിന്ന് ലോൺ എടുക്കാതെ പറ്റുമെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കായ SBI, അതായത് കാനറ ബാങ്ക് പോലുള്ള എടുക്കുന്നത് സേഫാണ്. പക്ഷേ ചില സിറ്റുവേഷനിൽ നമുക്കത് നടക്കാതെ വരുമ്പോൾ നമ്മൾ ഇവരെ ആശ്രയിക്കേണ്ടിയും വരും. അപ്പോൾ ഇവരും ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് ലോൺ കൊടുക്കുന്നത്. അത് കുറച്ച് കൺസിഡറേഷൻ കുറവുള്ളത് പ്രൈവറ്റ് കമ്പനിയായ സുന്ദരം ഫിനാൻസ്, മഹേന്ദ്ര അതുപോലുള്ള കമ്പനീസാണ്. അവരും സിവിൽ സ്കോർ നോക്കും. അപ്പം ഇങ്ങനെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പോലും കിട്ടാതിരിക്കും ഈ പ്രശ്നം കൊണ്ട്. നിങ്ങളുടെ സിവിൽ സ്കോർ മോശമാണ്. പിന്നെ ക്രെഡിറ്റ് ലിമിറ്റ് യൂസേജ്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ 90% ഉപയോഗിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ സിവിൽ സ്കോർ കുറയും. അതിൻ്റെ ഒരു 30% മാത്രം ക്രെഡിറ്റ് കാർഡിൻ്റെ നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പം നിങ്ങളുടെ സിവിൽ സ്കോർ കൂടും.
പിന്നെ EMI കറക്റ്റായിട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യം വെച്ച് ചില സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളത് മുടങ്ങുമ്പം അത് നമ്മുടെ സിവിൽ സ്കോറിനെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പം ഇനി ഫ്യൂച്ചറിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക, പിന്നെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുക.